ഹായ്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. കൊണ്ടൽ സ്ക്രിപ്റ്റ് വൈസ് അങ്ങനെ വലിയ ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും വിഷ്വലി ഒരു ട്രീറ്റ് തന്നെയാണ് കൊണ്ടൽ എന്ന് പറഞ്ഞുള്ള സിനിമ. കൊണ്ടൽ എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും കടലിലേക്കാണോ അതോ കടലിൽ നിന്നും കരയിലേക്കാണോ എന്നറിയില്ല, ഒരു കാറ്റ് തന്നെയാണ് കൊണ്ടൽ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ കടലുമായിട്ട് വളരെയധികം കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. അതായത് ഒരു 95% കടലിലാണ് നടക്കുന്നത്. അങ്ങനെ കടലിലൊരു സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കാവുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസും താണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ അതൊക്കെ വിഷ്വലി വളരെ ഗംഭീരമായി 1000% പെർഫെക്ഷനോട് കൂടി തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കടലിലേക്ക് പോകുമ്പോൾ ഒരു നമുക്ക് പല ഹോളിവുഡ് സിനിമകളിലും അല്ലെങ്കിൽ കൊറിയൻ സിനിമകളിലൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും ഈ മഴ പെയ്യുന്നതും ഹെവി ടൈഡും ഹൈ ടൈഡും ആ സമയത്ത് ഉണ്ടാകുന്ന തിരമാലകളും വെള്ളം കയറുന്നതും വണ്ടിക്ക് കിട്ടുന്ന ഇളക്കങ്ങളും അങ്ങനെ ഭീകരമായിട്ടുള്ള കുറെ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് ഈ ഏറെക്കുറെ ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ഒരു 99% ഈ ഞാൻ പറഞ്ഞ പോലെ അന്യഭാഷാ സിനിമകളിൽ കാണിക്കുന്നതിനോട് ഈക്വലി തന്നെ കട്ടക്ക് പിടിച്ച് ആ വിഷ്വൽസ് ഇത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഹ്യൂജ് അപ്ലൗസ്. കാരണം അത്രയും ഗംഭീരമായിരുന്നു, അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, അത്രയും കൺവിൻസിങ് ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ മറ്റു സിനിമകളെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമയും അതും പോട്ടെ, ഒരു മലയാള സിനിമ അത്തരത്തിൽ ചെയ്യുന്നത് പറയുമ്പോൾ താരതമ്യേന മറ്റ് ഇൻഡസ്ട്രികളായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളത് ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് നമ്മൾ ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ ഇതൊക്കെ ചെയ്തു. VFX ആണെങ്കിലും എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആണെങ്കിലൊക്കെ നമുക്കൊരു അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ഒരു ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അത്തരത്തിലുള്ള വിഷ്വൽസ് അത് കാണാൻ. എസ്പെഷ്യലി ഇതിലൊരു സ്രാവുമായിട്ട് കാണിക്കുന്ന അത് ഷാർക്കുമായിട്ടുള്ള കുറച്ച് മൽപ്പിടുത്തങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ആ ഷാർക്കിനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് നമുക്കത് ഒറിജിനൽ തോന്നും. അതാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള ഭാഷകളില്ല, അതായത് ഹോളിവുഡിലൊക്കെ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വിഷ്വൽസ് തന്നെയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ BGM ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. ആന്റണി വർഗീസ് പെപ്പെ, പുള്ളിക്കാരൻ അതിൽ നടൻ. പെപ്പേന്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരു അടിപ്പടം, അതും RDX സോഫിയ പോൾ വീണ്ടും ചെയ്യുന്നു. സോ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. ആ പ്രതീക്ഷയോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ആക്ഷൻ സീക്വൻസ് വന്നിട്ടുള്ളത്. പക്ഷെ BGM താഴെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് BGM വന്നിട്ടുള്ളത്. വിഷ്വൽ എത്രമാത്രം ഗംഭീരമാണോ അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ BGM വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു BGM. 2 പാട്ടുകളുണ്ട്. പാട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ ആ പാട്ടിലുള്ള വിഷ്വൽസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ കടലിലേക്ക് പോകുന്ന സമയത്ത് മീൻ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പലതരം ഷോട്ടുകളിലൂടെ ഭയങ്കര വെറൈറ്റി ഷോട്ടുകളിലൊക്കെ അതിന്റെ മനോഹാരിത ശരിക്കും എടുത്തു കാണിക്കുന്ന രീതിയിലാണ് അത് ഒരു വിഷ്വലി നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു കൂടുതലും ഇതിന്റെ ഒരു വലിയ ഭാഗം ചുമലിലേറ്റ് കൊണ്ടുപോയിട്ടുള്ളത് പെപ്പ തന്നെയാണ്. അത് പുള്ളി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് രാജ്ബി ഷെട്ടി. രാജ്ബി ഷെട്ടിയിലെ ഇന്റർവെല്ലിലെ സമയത്ത് കാണിക്കുന്ന ഒരു സാധനം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊരു മാസ് അങ്ങനെയല്ല, പക്ഷെ നമുക്കൊരു അറിയാത്തൊരു വാവ് സംഭവം നമുക്ക് ഇങ്ങനെ അറിയാതെ വരും. ആ രീതിയിലാണ് അത് കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടറും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ തോന്നിയിട്ടുള്ള ചെറിയൊരു സംഭവം, അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, സംഭവം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു തോന്നിയത് പുള്ളിക്കാരൻ ഡയലോഗ് ഡെലിവറിയാണ്. അതായത് ഡബ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ടർബോയിലൊക്കെ പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഡബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ വോയിസ് കൊടുത്തിട്ടുള്ളത് വേറെ ആരോ ആണ്. അത് നല്ല രസമുള്ള വോയിസ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗംഭീരമുള്ള വോയിസ് ആണ്. പക്ഷെ നമ്മൾ ഇതിൽ കാണുന്ന വിഷ്വൽസ് ആ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ വിഷ്വലി നമുക്ക് കിട്ടുന്ന ഒരു ഗാംഭീര്യവും ഒരു പവറും ഉണ്ട്. ആ പവർ പക്ഷെ വോയിസിൽ കുറച്ച് താഴെ പോയോ എന്നൊരു തോന്നൽ സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അത് തുടക്കത്തിൽ ഇന്റർവെല്ലിന് തൊട്ട് ശേഷം കാണിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. പെപ്പയും പുള്ളിക്കാരുള്ള കുറച്ച് എന്താ പറയാ, പണ്ട് നടന്നിരുന്ന കുറച്ച് ബാക്ക് സ്റ്റോറി കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് പക്ഷെ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് അടിപൊളിയാണ്. പക്ഷെ വോയിസിൽ ആ ഒരു പഞ്ച് കുറച്ചുകൂടെ വന്നിരുന്നെങ്കിൽ നന്നായേനെ. എനിക്ക് തോന്നുന്നു ഇപ്പോ കൊടുത്തിട്ടുള്ള വോയിസിന് പകരം പുള്ളിക്കാരന്റെ സ്വന്തം വോയിസ് തന്നെയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു പഞ്ച് കിട്ടിയിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം ടെർബോയിൽ നമ്മളത് കേട്ടതാണ്, മോശമല്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ കുറച്ചുകൂടി ഒരു പഞ്ച് ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് മാത്രമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അതല്ലാതെ മറ്റു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇത് പ്രധാനമായിട്ടും വില്ലന്മാരുടെ സൈഡിലുള്ള ആളുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ പുള്ളിക്കാരന്റെ കൂടെയുള്ള ആളുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ക്യാരക്ടർ ഒന്നുമില്ല, നമുക്ക് നായിക വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ചെയ്യാനുള്ള ക്യാരക്ടർ ഒന്നുമല്ല. പക്ഷെ ഉള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര ഫീൽ ചെയ്തു. ചെയ്യുന്ന പ്രവൃത്തികളും ഡയലോഗ്സും ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ആ കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ, അതിന്റെ ചുറ്റുപാടുള്ള കുറച്ച് ആളുകൾ, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ, അത് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ക്യാരക്ടർ എന്താണ്, നായകന്റെ സിറ്റുവേഷൻസ് എന്താണ്, അയാളുടെ സാഹചര്യങ്ങൾ എന്താണ്, അയാൾ ഏത് രീതിയിലുള്ള മനുഷ്യനാണ്, അയാളുടെ സ്വഭാവം എന്താണ് തുടങ്ങിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിന് ആ ഒരു ഫാമിലിയും അയാളുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് അവർ പറയാതെ പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ സിനിമ നമ്മൾ എടുക്കുമ്പോൾ ഒരു ആവറേജ് സ്റ്റോറിയുടെ ആവശ്യമുള്ളൂ. എന്നാൽ പോലും ഇവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യത അവർ ഉപയോഗിച്ചില്ല എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ സംഭവം നായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമാണ്. പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിച്ചു നീട്ടണ്ടായിട്ടില്ല. എന്ന് വലിച്ചു നീട്ടാറുമ്പോൾ ലാഗ് അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും നേരം, അതായത് സിനിമയുടെ ഒരു 3/4 ഭാഗവും കടലിൽ ഈ ഒരു സംഭവമായിട്ടാണ് പോകുന്നത്. അതിന് പകരം ആദ്യം കാണിച്ച പുള്ളിക്കാരന്റെ നാട്ടിലെ വില്ലന്മാരായിട്ടുള്ള കുറച്ചുണ്ട്. അവര് ഗംഭീരായിരുന്നു കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. അതായത് അവിടെ ഉള്ളൊരു വില്ലത്തി ഉണ്ട്. ആ വില്ലത്തി ഗംഭീരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വില്ലത്തിയുടെ കൂടെയുള്ള കുറച്ചുകളുണ്ട്, അവരും അടിപൊളിയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ ആ സംഭവം പറഞ്ഞു പോരുന്നെങ്കിൽ ഒരു ആക്ഷൻ പടം എന്ന രീതിയിൽ ഇതിനേക്കാളും നല്ലൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ അവർ ചെയ്തിട്ടുള്ള സംഭവം ഒരു ഭാഗമായി വെച്ച് മറ്റൊരു ഭാഗമായി ഈ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ എന്താന്നുള്ളത് ഒരു പിടി ഇവർ തന്നിട്ടില്ല. അത് പറയാണ്ടാണ് പദം നിർത്തിയിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടെ ഒരു ബോണ്ടിങ് കിട്ടിയേനെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് എന്റെ ഒരു സജഷൻ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് സിനിമ വളരെ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. സിനിമ ഗംഭീര സിനിമയാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ആക്ഷൻ പടം എന്ന രീതിയിൽ തീർച്ചയായിട്ടും കാണാവുന്ന ഒരു 7 out of 10 കൊടുക്കാവുന്ന നല്ല ആക്ഷൻ സീക്വൻസുകളുള്ള, നല്ല BGM ഉള്ള, ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ഗൂസ് ബംസ് തരാൻ സാധിച്ചിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണ് കൊണ്ടൽ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റിവ്യൂ ജെന്യൂൻ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.